ബെസ്റ്റാക്കുന്നത് നമ്മുടെ ഇവിടുത്തെ ജീവനക്കാരും നമ്മുടെ നാട്ടുകാരാണ്. പിന്നെ ക്വാളിറ്റിയിലും സർവീസിലും കോംപ്രമൈസ് ഇല്ല എന്നുള്ളതാണ്. നമ്മളെ എന്താക്കിയിട്ടുണ്ടെങ്കിൽ ഈ നാടാണ് നമ്മളാക്കിയത്. അതായത് നമ്മുടെ വളർച്ച മുഴുവൻ നാടിൻ്റെ ഉറപ്പുള്ള വളർച്ചയായിരുന്നു. കോട്ടയം തനതായ കുറേ രുചികളുണ്ട്. പിന്നെ തനതായ ഒരു ആദ്യത്തുള്ളൊരു നാട്ടുകാരാണ് നമ്മുടെ കോട്ടയംകാർ. കോട്ടയത്തിൻ്റെ ടേസ്റ്റ് വേറെ, കോട്ടയത്തിൻ്റെ ടേസ്റ്റ് രക്ഷപ്പെട്ട എല്ലാവരും രക്ഷപ്പെടും. നമസ്കാരം. ഫിനാൻഷ്യൽ ഗൈഡ് ഇന്ന് എത്തിയിരിക്കുന്നത് മധ്യ തിരുവിതാംകൂറിലെ പ്രധാന ബേക്കറി റെസ്റ്റോറൻറ്റ് ശൃംഖലയായ ബെസ്റ്റ് ബേക്കേഴ്സിൻ്റെ വിശേഷങ്ങളുമായാണ്. ബേക്കേഴ്സിൻ്റെ സ്ഥാപകരായ ശ്രീ രമേശും ശ്രീ പ്രേംരാജുമാണ് ഇന്ന് ബെസ്റ്റ് ബേക്കേഴ്സിൻ്റെ വിശേഷങ്ങൾ നമ്മളുമായി പങ്കുവെക്കാൻ ഉള്ളത്. നമസ്കാരം. നമസ്കാരം. നമുക്ക് ബെസ്റ്റ് ബേക്കേഴ്സിൻ്റെ നേതൃത്വത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ആരാണ് ബെസ്റ്റ് ബേക്കേഴ്സിൻ്റെ സാരഥികൾ? ഇതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് സി രമേശ്, അതെൻ്റെ ബ്രദർ. അദ്ദേഹത്തിൻ്റെ 12ാമത്തെ വയസ്സിൽ ബേക്കറി ജോലി പഠിക്കാനായിട്ട് തലശ്ശേരിയിൽ നിന്ന് കോട്ടയത്തെത്തി. പിന്നെ ഒരു 13 വർഷത്തോളം കോട്ടയത്തും മംഗലാപുരത്തായിട്ട് ബേക്കറി ജീവിതം കഴിഞ്ഞു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഒരു സ്വന്തമായിട്ടൊരു ബേക്കറി തുടങ്ങണമെന്നുണ്ട്. പുതുപ്പള്ളി എന്ന സ്ഥലത്തൊരു 1984 നവംബർ 29-ാം തീയതി ഒരു സ്ഥാപനം തുടങ്ങാനായിട്ട്, ഒരു 200 സ്ക്വയർ ഫീറ്റ് കട തുടങ്ങാനായിട്ട് അവസരം കിട്ടി. ആ സമയത്ത് പഠിക്കാൻ അതിമിടുക്കനായ ഞാൻ 17ാമത്തെ വയസ്സിൽ 10ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ ഒരവസരം കിട്ടിയപ്പോൾ ഞാൻ അത് വിട്ടേച്ച് ഇദ്ദേഹത്തിനോട് കൂടി. നല്ലൊരു കര പുതുപ്പള്ളി ആയതുകൊണ്ട് നമ്മളിന്ന് 40 വർഷം പിന്നിട്ടു. ഏതാണ്ട് ഒരു 350 പേരും ജീവനക്കാരും ഒരു 27 ഔട്ട്ലെറ്റുമായിട്ട് നല്ല രീതിയിൽ പോകുന്നൊരു പ്രസ്ഥാനത്തിൻ്റെ സാരഥികളായിട്ട് നിൽക്കുന്നു. എത്ര വർഷമായിട്ട് ബെസ്റ്റ് ബേക്കേഴ്സ് കേരളത്തിൽ സജീവമായിട്ടുണ്ട്, പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിൽ സജീവമായിട്ടുണ്ട്? 1984 തുടങ്ങുന്നത്. പക്ഷെ നമ്മൾ അടുത്തൊരു ഷോപ്പ് തുടങ്ങാൻ 17 വർഷം കാത്തിരിക്കേണ്ടി വന്നു. കാരണം ഒന്ന്, നമ്മുടെ അറിവില്ല. നമുക്ക് ഈ പറയുന്ന വേറെ ആകെ അറിയുന്ന രമേശ് ചേട്ടൻ്റെ കൈപ്പുണ്യം, ഒരറിവില്ലാതെ നമ്മൾ ഒരു കോഴ്സ് പഠിക്കുന്ന പോലെയാണ് ഈ പ്രസ്ഥാനം. ഇന്നത്തെ സമയത്ത് 10-35,000 രൂപയുടെ ക്യാപിറ്റൽ തുടങ്ങിയ സാധനം ഒരു 3 വർഷം കൊണ്ട് അത് 4 ഇരട്ടി കടാക്കിയിട്ട് നിൽക്കുന്നതായിരുന്നു. പിന്നെ അതിനുശേഷം 86 കൊടുക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വന്നേന്. ആ സമയത്തും ഇദ്ദേഹം പറഞ്ഞ ഏതായാലും പണിയെടുത്ത കൂടി നമുക്ക് കിട്ടുമല്ലോ, അങ്ങനെ നോക്കി. പിന്നെ പുതുപ്പള്ളിയിൽ നല്ലവരായ ആൾക്കാർക്ക് വായ്പയും ബ്ലീഡൊക്കെ എടുത്ത് ഇറ്റാണ് ഈ സമയം വരെ എത്തിയത്. അങ്ങനെ 91 ഒരു സ്ഥലം മേടിക്കുന്നു, 92 വീട് വെക്കുന്നു, 92 അടുത്ത ലോൺ കിട്ടുന്നു. 40,000 രൂപയ്ക്ക് ലോൺ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് 1.25 ലക്ഷം കിട്ടുന്നു. ആ 1.25 ലക്ഷത്തിൽ നിന്ന് 4 കോടി രൂപ ആയിട്ടുണ്ട് കടം. ഈ കണ്ണൂർ തലശ്ശേരിക്കാരാണ് 41 വർഷം മുമ്പ് മറ്റ് സംരംഭങ്ങളെക്കുറിച്ചൊന്നും ആലോചിക്കാതെ ബേക്കറി സംരംഭത്തിലേക്ക് തന്നെ വന്നത് എന്തുകൊണ്ടാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ബേക്കറി തന്നെ തലശ്ശേരിയിലാണ് ഉണ്ടായതെന്ന് കേട്ടിട്ടുണ്ട്. പിന്നീടാണ് അത് കേട്ടെങ്കിലും ഞങ്ങളുടെ കൊച്ചു ഗ്രാമത്തിൽ തന്നെ എവിടെ നോക്കിയാലും ചെറിയ ചെറിയ ബേക്കറിയാണ്. ബോർമ 1-2 പേര് ജോലി ചെയ്യുന്നതും ഉടമ എൻ്റെ കടയുടെ പുറകെ തന്നെയാണ് ബോർമ. ഇത് കണ്ടുകൊണ്ടാണ് എൻ്റെ ബാല്യം തുടങ്ങുന്നത് തന്നെ. പിന്നെ അന്നൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾക്ക് ജോലിക്ക് വരുന്നൊരു കാലമാണ്. അടുത്തൊരു പ്രൈമറി സ്കൂളിൻ്റെ 5ാം ക്ലാസ് വരെയുള്ളൂ. അത് കഴിയുമ്പോൾ എന്തെങ്കിലും ജോലിക്ക് പോകും. പ്രധാനമായിട്ട് ബീഡി ആണ് അവിടുത്തെ കണ്ണൂരിൻ്റെ ഒരു ഇത്. പിന്നെ എനിക്ക് എങ്ങനെയോ അതെങ്ങനെയാണ്, ഞങ്ങളുടെ കുടുംബത്തിലാരും ബേക്കറി ആയാലും പോയിട്ട് ബേക്കറിക്കാരും ഇല്ല. പക്ഷേ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ആളുകളൊക്കെ ജോലി ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അതിനൊരു പ്രചോദനം ഒരാളുണ്ട്. അദ്ദേഹം പിന്നീട് വലിയൊരു ബേക്കറിയുടെ ഉടമയൊക്കെ ആയി. അങ്ങനെ ഒരു ബേക്കറിയിലേക്ക് കയറാമെന്ന് ഒരു ബോർമയിലേക്ക് നാട്ടിലുള്ള ഒരു ചെറിയ ബോർമ കിട്ടി. അവിടെ പക്ഷേ 4 ദിവസം ജോലി ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴേക്ക് കോട്ടയത്തേക്ക് അവിടെ തന്നെ വീടിനടുത്തന്നെയുള്ള ബേക്കറി നടത്തുന്ന ആൾ കോട്ടയത്ത് ഒരു ആളെ വേണമെന്ന് പറഞ്ഞിട്ട്, ഒരു കൊച്ചിനെ വേണമെന്ന് കൊണ്ട് തന്നെ അന്ന് കൊണ്ടുവന്നു. അന്ന് കോട്ടയത്തേക്ക് നേരിട്ട് ട്രെയിനൊന്നും ഇല്ലാത്തൊരു കാലമാണ് 71. അങ്ങനെ പിന്നെ 10 മാസം ജോലി ചെയ്ത് വീട്ടിലോട്ട് പോയി. പിന്നെ ബേക്കറി തന്നെ എൻ്റെ ആണെന്ന് തീരുമാനിച്ച് അങ്ങനെ മംഗലാപുരത്തേക്ക് പോയി. മംഗലാപുരത്തേക്ക് പോകാമെന്ന് വെച്ചാൽ കോട്ടയത്ത് ജോലി ചെയ്തവരാണ് മംഗലാപുരത്ത് പോകുന്നതുകൊണ്ട് അവരുടെ കൂടെ പോയത്. അവിടെയും പല സ്ഥലങ്ങളിൽ ജോലി ചെയ്തു. 13 വർഷം കൊണ്ട് 25 സ്ഥലത്ത് ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് പല ഇതിലും. കോട്ടയത്താണ്. പിന്നീട് ഒരു 78 വന്നു. അങ്ങനെ പിന്നീടൊരു 6 വർഷം കൊണ്ട് എനിക്ക് മുമ്പ് ഞാൻ കൂടെ ജോലി ചെയ്തവരൊക്കെ ഒരു ചെറിയ ചെറിയ ബേക്കറികൾ തുടങ്ങാൻ തുടങ്ങി.
മാന്നാറിലെ മാവേലിക്കര അങ്ങനെ പലയിടത്തും ചെങ്ങന്നൂർ അങ്ങനെ. അപ്പം അങ്ങനെയുള്ള കുറേ ഞാൻ ജോലി ചെയ്തവരും എൻ്റെ കൂടെ ജോലി ചെയ്തവരും ഇവരുടെ എല്ലാം കൂടെ സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് എനിക്കും എന്തുകൊണ്ട് ചെറുത് ഒരു ബേക്കറി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ അടുത്ത് ഒരു സമ്പന്ന കുടുംബമുണ്ട്, മുസ്ലിം കുടുംബം. പിന്നെ അവർ ഞങ്ങളുടെ അമ്മയോടുള്ളൊരു വിശ്വാസം കൊണ്ട് ആ വീട്ടിൽ അവർക്കുണ്ടായിരുന്ന മുഴുവൻ ഗോൾഡ് അന്ന് തന്നു, പണയം വെക്കാൻ ഇതൊക്കെ ആയിട്ട് പൈസ എടുത്തരാൻ എൻ്റെ. അങ്ങനെ അന്നത്തെ കാലത്ത് ഞങ്ങൾ ആരംഭിച്ച് ഒരു ആത്മവിശ്വാസം കൊണ്ട് മാത്രം. അങ്ങനെ പ്രേമൻ ഒരു കടയിൽ സെയിൽസ്മാനും ഞാൻ അതിൻ്റെ പിന്നിൽ ഒരു പ്രൊഡക്ഷൻ, ഒരു ചെറിയൊരു ഓർമ്മയിൽ ഇത് എനിക്ക് അറിയാവുന്ന സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട്. അന്നത്തെ കാലത്ത് റസ്കിന് വലിയ ഇതാണ്, അന്ന് റസ്ക്കാണ് മെയിൻ, കോട്ടയത്തിൻ്റെ കാപ്പിയും റസ്ക്കും. അപ്പോൾ ആ റസ്കിനാണ് ഞങ്ങൾ കൂടുതലായിട്ട് പ്രാധാന്യം കൊടുത്തത് ഉണ്ടാക്കാനായിട്ട്. അതിന് പിന്നെ ബണ്ണ്, പ്ലം കേക്ക്. അത് എവിടെയായിരുന്നു തുടങ്ങിയത്? അത് കുമരൻകോട് എന്ന് പറയുന്ന സ്ഥലമാണ്. ഇപ്പം ഞങ്ങൾ ഇവിടെയില്ല, അവരുടെ ഒരു സെവൻത് മിഷനിലുള്ള ഒരു കുടുംബമായിരുന്നു. അവർ ഗൾഫിൽ നിന്ന് വന്ന സമ്പാദ്യം മുഴുവൻ ഉപയോഗിച്ചിട്ട് ഒരു മണർകാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ബേക്കറിയും തുടങ്ങി, അവരുടെ വീട്ടിലൊരു ബോർമയും തുടങ്ങി. എന്തുകൊണ്ട് അവർക്കത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത കാരണം കട വേറെ അവർക്ക് കൊടുത്തു, പക്ഷേ ബോർമ അവർ പൊളിച്ച് കളയാതെ ആ ഷെഡും ആ കെട്ടിടം അവിടെ നിലനിർത്തി. അങ്ങനെ ആ ഒരു അന്നിവിടെ നല്ല റോഡില്ല, വൈദ്യുതി എത്തിയിട്ടില്ല. അപ്പോൾ ഈ ഒരു അന്നത്തെ പരിസ്ഥിതിക്ക് ഈ ഒരു ബോർമേൻ എനിക്ക് ധാരാളമായിരുന്നു. അപ്പോൾ അവിടുന്ന് ഒരു തുച്ഛമായ വാടകയൊക്കെ വന്നു. പിന്നെ ആ വീട്ടുകാരുടെയും ഈ നാട്ടിലുള്ളവരുടെയും എല്ലാം പിന്തുണയായിരുന്നു. കാരണം അവരിൽ ഒരാളായിട്ടാണ് നമ്മളെയൊക്കെ കണ്ടത്. അതുകൊണ്ട് കാലം കരുതി വെച്ചവരെ ഈ സ്ഥലത്ത് തന്നെയാണ് ഇനി ഇത്രയും പേർക്ക് ജോലി കൊടുക്കാൻ ഒരു വലിയ തുടങ്ങാൻ പറ്റി. നമ്മൾ ബേക്കറി തുടങ്ങിയ കഥ പറഞ്ഞത് എന്നാണ് ഈ റെസ്റ്റോറൻറ്റും കൂടെ ആലോചിച്ച് തുടങ്ങിയത്? 2009 കാലഘട്ടത്തിൽ. കാരണം അത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ പുതുപ്പള്ളിയിൽ ഷോപ്പ് അത് പിന്നെ കുറച്ചുകൂടി നീട്ടിയൊരു 300 സ്ക്വയർ ഫീറ്റ് ആക്കി. അതിൻ്റെ കൂടെ തന്നെ അന്നേരം പിന്നെ പുതുപ്പള്ളി ഒരു എഡ്യൂക്കേഷൻ ഹബ്ബ് സ്റ്റൈലിൽ വരിക, ICRD വരുന്നു, SME വരുന്നു. അപ്പോൾ എപ്പോഴും ആളുകളുടെ ആവശ്യങ്ങളുണ്ട്. പിന്നെ പുതുപ്പള്ളിക്കാരൊന്നും അങ്ങനെ വൈകുന്നേരം വരെ 7 മണിയും കടയടക്കും. ആരും പെണ്ണുങ്ങളൊന്നും കടയിലൊന്നും കയറി കാപ്പിയൊന്നും കുടിക്കാത്തൊരു കാലമാണ്. ആ സമയത്ത് ഒരു ചെറിയൊരു കോഫി ഷോപ്പ് പോലെ തുടങ്ങി. അത് വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ലൈം ജ്യൂസും കോഫിയൊക്കെ പോയി. അത് ഒരു നല്ലൊരു തുടക്കമായിരുന്നു. അങ്ങനെ അതിനകത്ത് ചെറിയ റെസ്റ്റോറൻറ്റ് തുടങ്ങി. അതിന്നിപ്പോൾ 7500 സ്ക്വയർ ഫീറ്റിൽ ഒരു 100 സീറ്റുള്ള റെസ്റ്റോറൻറ്റായി. അങ്ങനെയാണ് അതിൻ്റെ തുടക്കം. പിന്നെ 2011 അടുത്ത് തുടങ്ങി. അങ്ങനെ ഇപ്പം വലിയ കുഴപ്പമില്ലാതെ ഈ പറഞ്ഞ പോലെ 350 ജീവനക്കാർ. 2009 റെസ്റ്റോറൻറ്റ് തുടങ്ങിയെങ്കിലും 2016 നമുക്കൊരു കാലത്തിന് കണക്കായിട്ട് നവീകരിക്കാൻ പറ്റും. ഒരു AC റെസ്റ്റോറൻറ്റും ഒരു ചെറിയൊരു പാർട്ടിയൊക്കെ നടത്താവുന്ന ഹാളും നല്ലൊരു ഓപ്പൺ കിച്ചണും എല്ലാമായിട്ട് എന്താ പറയുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിധത്തിൽ. കാരണം അങ്ങനെ ഒരു സ്ഥാപനമായിട്ട് മാറ്റി. അതിൻ്റെ ഗുണം ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് പിന്നെ ഉമ്മൻചാണ്ടി സാറിന് ശേഷമുള്ള ബൈ ഇലക്ഷനിൽ 3 പൊളിറ്റിക്കൽ പാർട്ടിയുടെ ലീഡേഴ്സും അവിടെ വന്ന് അവരുടെ മീറ്റിംഗ് നടത്താനും എല്ലാവരുടെയും ആ കോമ്പൗണ്ടിൽ തന്നെയായിരുന്നു. അങ്ങനെ ഒരു നാടിൻ്റെ, അതായത് നമ്മുടെ വളർച്ച മുഴുവൻ നാടിൻ്റെ കൂടെയുള്ള വളർച്ചയായിരുന്നു. ഈ നാട്ടിൽ ജീവിക്കും, ഈ നാട്ടുകാരനെ പോലെ ജീവിക്കണം. അങ്ങനെയുള്ള എല്ലാം കൊണ്ടും ഒരു നാടിൻ്റെ ഒരു പുത്രന്മാരായിട്ട് ജീവിക്കാനുള്ള അവസരം ദൈവം തന്നു. ബെസ്റ്റ് ബേക്കേഴ്സിന് ഇന്ന് എത്ര ജില്ലകളിൽ സാന്നിധ്യമുണ്ട്? ഞങ്ങൾക്ക് കോട്ടയത്തും പത്തനംതിട്ട 2 ജില്ലകളിലാണ്. ഞങ്ങളുടെ എന്ന് പറയാൻ ഒരു 8 സ്വന്തം ഇതും, ബാക്കി കുറച്ച് പാർട്ണർഷിപ്പിൽ, കുറച്ച് ഫ്രാഞ്ചൈസി ആയിട്ടും ഉള്ള ഔട്ട്ലെറ്റ്. അടുത്ത തലമുറയിൽ രമേശ് ചേട്ടൻ്റെ മകനുണ്ട്, എൻ്റെ മക്കൾ പഠിച്ചൊക്കെ വരുന്നുണ്ട്. ഇവരെല്ലാം കൂടെ കൂടി മാറ്റിമറിക്കുന്ന സ്വപ്നം കണ്ടുകൊണ്ട് ഞങ്ങൾ ജീവിക്കുന്നു. ഇതുവരെയുള്ള ജീവിതം തിരിഞ്ഞു നോക്കും വളരെ സന്തോഷമല്ലാണ്ട് ഒരു പരാതിയില്ല ഞങ്ങൾക്ക് 2 പേർക്കും. കാരണം വെച്ചാൽ കിട്ടുന്നതെല്ലാം നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. നമ്മളെ എന്താക്കിയിട്ടുണ്ടെങ്കിൽ ഈ നാടാണ് നമ്മളാക്കിയത്. അപ്പോൾ നാട്ടിൽ ഒരുപാട് ബേക്കറികളുണ്ട്. എന്നാലും ബെസ്റ്റ് ബേക്കേഴ്സ് വന്നു കോട്ടയത്ത് 41 കൊല്ലം മുമ്പ് വന്നു. ഇപ്പോൾ ഇതിനോടകം തന്നെ നമുക്ക് കുറേ ഔട്ട്ലെറ്റുകളായി. ആളുകളുടെ മനസ്സിൽ നേരത്തെ പറഞ്ഞ അവരുടെ നെഞ്ചിലിടന്നിടാൻ സാധിച്ചു. ഇതൊക്കെയാണെങ്കിലും ഈ നമ്മുടേതായിട്ടൊരു സിഗ്നേച്ചർ ഐറ്റം എന്ന് പറയാൻ എന്താ ഉള്ളത്? നമുക്കൊരു ബെസ്റ്റ് ബേക്കറിയുടേതായിട്ടൊരു സിഗ്നേച്ചർ ഞങ്ങളുടെ പ്ലം കേക്കിലായിരുന്നു ഞങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. പിന്നെ പൈനാപ്പിൾ കേക്ക് ഒരു വിപ്ലവം ഉണ്ടാക്കിയായിരുന്നു. ടൺ കണക്കിന് പൈനാപ്പിൾ കേക്ക്. കാരണം മറ്റുള്ള സ്ഥലത്തൊന്നും ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് ഇവിടെ നാച്ചുറൽ പൈനാപ്പിളിൻ്റെ സ്ലൈസൊക്കെ ഇട്ടിട്ട് പൈനാപ്പിൾ കേക്ക് ഒരു നന്നായിട്ട് ഇപ്പം പല സ്ഥലത്തുമായി. എങ്കിലും അന്ന് പഴയ ട്രഡീഷനായിട്ട് ഇപ്പോഴും ഉണ്ട്. ഞങ്ങൾ കാര്യം 84 തുടങ്ങിയതാണെങ്കിലും ചെറിയ രീതിയിൽ തുടങ്ങി. ഈ നാട്ടിൻ്റെ സ്പന്ദനം അറിഞ്ഞിട്ട് തന്നെ വേണമെന്ന് പറയാം. കാരണം ഇവിടെ വേണ്ടുന്ന സാധാരണക്കാർക്കാണ് റസ്ക്കും മറ്റുള്ള ചെറിയ കുക്കീസുകളും ഇതൊക്കെയായിരുന്നു. അതിനുശേഷം കാലത്തിനനുസരിച്ച് കേക്കുകളും മറ്റുള്ള കാര്യം അത് ജനത്തിൽ, അതായത് ഇവിടുത്തെ സാധാരണക്കാർക്കും അല്ലാത്തവർക്കും വേണ്ടുന്ന അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ന്യായമായ വിലക്ക് കൊടുക്കാനുള്ളൊരു സാഹചര്യം കിട്ടി. ബെസ്റ്റ് ആക്കുന്നത് എന്താണെന്നാണ് കരുതുന്നത്? ബെസ്റ്റാക്കുന്നത് നമ്മുടെ ഇവിടുത്തെ ജീവനക്കാരും നമ്മുടെ നാട്ടുകാരാണ്. പിന്നെ ക്വാളിറ്റിയിലും സർവീസിലും കോംപ്രമൈസ് ഇല്ല എന്നുള്ളതാണ്. ആ
വെറും ക്വാളിറ്റി മാത്രം പോരാ, വെറും സർവീസ് മാത്രം പോരാ, ഇത് മേടിക്കാൻ കസ്റ്റമേഴ്സ് വരണം. ആ കസ്റ്റമേഴ്സാണ് ഞങ്ങളുടെ എല്ലാം. പിന്നെ പുതുപ്പള്ളി എന്നുള്ള കട, പുതുപ്പള്ളി കട എന്നൊരു നാട്ടുകാരുടെ കടയാണ്. അത് ഓരോ നാട്ടുകാരും, അതായത് ഇപ്പോഴത്തെ അപ്പച്ചന്മാരും ഇപ്പോഴത്തെ കുട്ടികളും നേരത്തെ മുതിർന്നവരും എല്ലാം ഞങ്ങളുടെ ഒരു കട എന്ന് പറഞ്ഞിട്ടാണ് നെഞ്ചിലേറ്റത്. ഇത് 43 വർഷമായിട്ട് നിലവിലുണ്ട്. ഇവിടുന്ന് IHRDയിലും SMEയിലും പഠിച്ച കുട്ടികളൊക്കെ ലോകത്തിന് നാനാഭാഗത്ത് വരുമ്പോഴും അവർ ഒത്തുകൂടുന്ന ഒരു സ്ഥലമായി കേന്ദ്രമായിട്ട് പുതുപ്പള്ളി വെസ്റ്റ് ബേക്കറിന് ഈ 85-86 കാലഘട്ടത്തിൽ ഞങ്ങൾ ചെറിയ ബേക്കറി വളർന്നു വരുന്ന കാലഘട്ടം. പക്ഷേ ആ സമയത്തേക്ക് മരിച്ചടക്കിൻ്റെ ഓർഡർ കിട്ടും, 250-300. ആ സമയത്ത് ഗ്ലാസ് വാടകയ്ക്ക് എടുക്കും, അത് കഴുകി അതിനകത്ത് കടുങ്കാപ്പി കൊടുക്കും. അതിനോടൊപ്പം ബണ്ണ്, ബിസ്ക്കറ്റ്, അന്ന് ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ പാർലെ ബിസ്ക്കറ്റ്, അല്ലെങ്കിൽ ക്വാളിറ്റി വിചാരിച്ച ഗ്ലൂക്കോസ് ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു പഴം, ഈ 2 രൂപ കിട്ടുന്നൊരു സമയമായിരുന്നു. അത് ഞങ്ങൾ നേരെ പാക്ക് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ 50 പൈസ കൂടി. അത് പിന്നെ കൂടി നമ്മൾ ബോക്സായി, കുറച്ചും കൂടി ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്തു. ഇന്ന് നല്ല കട്ടി ഗ്ലാസ്, പാൽക്കാപ്പി, ഇങ്ങനെയൊക്കെ ആയി വന്ന് ഇപ്പോൾ 75 രൂപ വരെ പെർ ഹെഡ് ആയിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ കൊടുത്തെന്ന് പറയുന്നത് കുന്നശ്ശേരി പിതാവിൻ്റെ നിര്യാണത്തെ തുടർന്ന് പിന്നെ കോട്ടയത്തെ ബിഷപ്പ് ഹൗസിൽ കൊടുത്ത 10,000 ബോക്സാണ് ഞങ്ങൾക്ക് ഉണ്ട്. പിന്നെ അല്ലാതെ അതിനോടനുബന്ധിച്ചുള്ള ഉമ്മൻചാണ്ടി സാറിൻ്റെ ഇതിനൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതൊരു വലിയൊരു മാർക്കറ്റിംഗ് ആയിരുന്നു ഞങ്ങൾക്ക്. പിന്നെ കേരളത്തിൽ നമ്മൾ പുതുപ്പള്ളിക്ക് ചുറ്റുമുള്ള 20ഓളം കിലോമീറ്റർ ചുറ്റളവിലുള്ള പള്ളികളായിട്ട് എല്ലാ ഇതര സഭകളായിട്ട് നല്ല ബന്ധങ്ങളാണ്, മേലധ്യക്ഷന്മാരും എല്ലാം. അതൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ കിട്ടിയൊരു ഗുണമാണ്. പിന്നെ എടുത്ത് പറയാനുള്ള പുതുപ്പള്ളി പള്ളിയായിട്ടുള്ള ബന്ധം, പുതുപ്പള്ളി ഉമ്മൻചാണ്ടി സാറായിട്ടുള്ള ബന്ധം, അതാണ് ഞങ്ങളുടെ ലൈഫിനെ മാറ്റിമറിച്ചത്. അതുകൊണ്ട് അത്യാവശ്യം ഈ പറഞ്ഞ എല്ലാ പള്ളികളും ഇല്ല രാഷ്ട്രീയ നേതാക്കന്മാരും മറ്റുള്ളവരൊക്കെ ആയിട്ട് നല്ല ബന്ധം പുലർത്തി പോകുന്നുണ്ട്. ഉണ്ടായിരുന്നു. അത് ആദ്യമായിട്ട് അവർക്ക് ഒരു കൺസെപ്റ്റ്, ഒരു പള്ളി ക്യാൻറ്റീൻ എല്ലാ വെള്ളിയാഴ്ച അവിടെ കഞ്ഞി വിതരണമുണ്ട്. അതൊരു അവിടുത്തെ ഇതാണ്. അതേപോലെ തന്നെ അവിടെ വരുന്ന വിശ്വാസികൾക്ക് മറ്റുള്ളവർക്ക് കുടിക്കാൻ ഒരു കാപ്പി കിട്ടണം. അങ്ങനെയുള്ള ഒരു ആവശ്യപ്രകാരം ഒരു ക്യാൻറ്റീൻ. പക്ഷേ ക്യാൻറ്റീൻ എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ് വേറെ ലെവലായി, ഇപ്പോൾ ബേക്കറി ഇതൊക്കെ ആയിട്ട് അതങ്ങനെ ഞങ്ങൾ നടത്തിക്കൊണ്ട് അതിൻ്റെ കഴിഞ്ഞൊരു 3 വർഷം കഴിഞ്ഞപ്പോൾ അത് വേറെ ആൾക്ക് നമ്മൾക്ക് തന്നതിനേക്കാളെ 3 ഇരട്ടി വാടകയ്ക്ക് കൊടുത്തു. ആ സമയത്ത് ഞങ്ങൾ ഔട്ടായി. അതിനുശേഷമാണ് ഞങ്ങൾ പുതുപ്പള്ളിയിൽ വലിയൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ ദൈവം നമുക്ക് ഇടയാക്കി തന്നത്. പിന്നെ ഇപ്പം വീണ്ടും തിരിച്ച് ഞങ്ങളെ കിട്ടിയിട്ടുണ്ട്. അതിന് ക്യാൻറ്റീൻ വന്ന് വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. പത്തനംതിട്ടയുടെ ചാർജ് ഞങ്ങളുടെ മൂത്ത ചേട്ടനും അദ്ദേഹത്തിൻ്റെ മകനും കുടുംബവും, പിന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും അല്ലാതെ ഇപ്പോൾ കല്യാണം കഴിച്ച് വന്നവരൊക്കെ ആയിട്ട് ഇതുകൊണ്ട് തന്നെ ഒരു 50ഓളം പേര് ഇതിൻ്റെ പിന്നിലുണ്ട്, കുടുംബങ്ങളായിട്ട്. ഫ്രാഞ്ചൈസി ബിസിനസിന്റെ സാധ്യതകൾ നന്നായി ഉപയോഗിക്കുന്ന ഒരു ബ്രാൻഡാണ് ബെസ്റ്റ്. ഇപ്പം പുതിയ ഫ്രാഞ്ചൈസികൾ അനുവദിക്കാൻ ഇപ്പം മറ്റ് കേരളത്തിൽ ഇപ്പം കോട്ടയം അതുപോലെ പത്തനംതിട്ട ജില്ലകളിലാണ് നമ്മുടെ സാന്നിധ്യം എന്ന് പറയുന്നത്. മറ്റ് ജില്ലകൾ ബാക്കിയാണ്. അങ്ങോട്ടേക്ക് പുതിയ ഫ്രാഞ്ചൈസി ഇപ്പോൾ ശരിക്കും പറയണത് ഇപ്പോൾ ഒരു ബ്രേക്കാണ്. കാരണം ഞങ്ങൾ കുറച്ചും കൂടെ എസ്റ്റാബ്ലിഷ് ആകുന്നുണ്ട്. ഞങ്ങൾ പ്രൊഡക്ഷൻ യൂണിറ്റ് ഒന്നും കൂടെ പുതിയ ആധുനിക രീതിയിലാക്കണമെന്നുണ്ട്. പിന്നെ കുറച്ചും കൂടെ ബ്രാൻഡിങ് നന്നാക്കിയിട്ട് മാത്രമേ ഇനി പുറത്തോട്ട് ഇനി ഔട്ട്ലെറ്റ് തുടങ്ങുന്നുള്ളൂ. ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ ചേട്ടനാണല്ലോ കൂടുതൽ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളിലാണ് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്? ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ മാർക്കറ്റിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് അതാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് മുഴുവൻ ഏറ്റവും നല്ല ബ്രാൻഡ് കമ്പനികളുടെ കിട്ടാവുന്ന നല്ലത് മാത്രം വാങ്ങിക്കുക. നാച്ചുറൽ കളറ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ അതും ഏറ്റവും കുറച്ച്. പ്രത്യേകിച്ച് കോട്ടയത്തിന് കളറിനോട് വലിയ താല്പര്യമില്ലാത്ത നാടാണ് കോട്ടയം. പിന്നെ കോട്ടയം തനതായ കുറേ രുചികളുണ്ട്. പിന്നെ തനതായ ഒരു ആഢ്യത്തുള്ളൊരു നാട്ടുകാരാണ് നമ്മുടെ കോട്ടയംകാർ. കോട്ടയത്തിൻ്റെ ടേസ്റ്റ് വേറെ, കോട്ടയത്തിൻ്റെ ടേസ്റ്റ് രക്ഷപ്പെട്ട എല്ലാവരും രക്ഷപ്പെടും ഇന്ന് വിശ്വസിക്കാറില്ല. കാരണം ഈ മത്സര രംഗത്താണ് ഭക്ഷ്യമേഖലയുള്ളത്. അതുകൊണ്ട് ഇനിയുള്ള നാളുകളിൽ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആസെപ്റ്റ് സർട്ടിഫിക്കറ്റുള്ള ഒരു പ്രൊഡക്ഷൻ യൂണിറ്റാണ് നമ്മുടെ സ്വപ്നം. അതിനുവേണ്ടി ഞങ്ങൾ സ്ഥലമൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അതിനടുത്ത് തന്നെ നമ്മുടെ സെക്കൻഡ് ജനറേഷൻ, അതായത് ചേട്ടൻ്റെ മക്കളൊക്കെ കൂടിയിട്ട് തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ട്. അതിൻ്റെ തുടക്കം ആലോചന നടന്നുകൊണ്ടിരിക്കുന്നു. മറ്റ് മേഖലകളിലേക്ക് ടൂറിസം രംഗത്തോ ഹോസ്പിറ്റാലിറ്റി രംഗത്തോ കടന്ന് ഞങ്ങളുടെ ടൂറിസം അത് ചേട്ടൻ്റെ വലിയ സ്വപ്നമുണ്ട്. കാരണം നമ്മുടെ നാട്ടിന് പുറത്തുള്ള ചെറിയ യൂണിറ്റുകളൊക്കെ മറ്റുള്ളവരെ പരിചയപ്പെടുത്തുക, പുറത്തുനിന്ന് വരുന്നവർക്ക് ഒരു ദിവസം താമസിക്കാനും നാടൻ ഭക്ഷണം കൊടുക്കുകയും പിന്നെ ഈ മേഖലയിൽ പുതിയ ജനറേഷൻ കടന്നു വരണമെന്നുണ്ടെങ്കിൽ നല്ല യൂണിഫോം, നല്ല അന്തരീക്ഷത്തിൽ വർക്ക് കൾച്ചർ സൃഷ്ടിച്ച് 12ാം ക്ലാസ് കഴിഞ്ഞവർക്ക് ഒരു ജോലിയും അതായത് തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഇതിനെപ്പറ്റി പഠിപ്പിക്കുക എന്നുള്ളൊരു ആഗ്രഹം കൂടെയുണ്ട്. അതിൻ്റെ ഒരു യൂണിറ്റും കൂടി ഞങ്ങൾ തുടങ്ങാൻ സ്വപ്നത്തിലുണ്ട്. സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സംരംഭകൻ എന്ന നിലയ്ക്ക് ബെസ്റ്റ് ബേക്കേഴ്സിൻ്റെ സാരഥികൾക്ക് 2 പേരോടും കൂടി ചോദിക്കുന്നത്, വരാനിരിക്കുന്ന സംരംഭകരോട് എന്താണ് ഒരു അഡ്വൈസ്, ഒരു ഉപദേശം കൊടുക്കാനുള്ളത്? ഈ പണ്ട് കാലത്ത് കഠിനാധ്വാനം മതിയായിരുന്നു. കഠിനാധ്വാനം ഇപ്പോഴും വേണം, കൂട്ടത്തിൽ സ്മാർട്ട് വർക്ക് അത് കൃത്യതയോടെ ഈ ആത്മാർത്ഥത ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എല്ലാത്തിനും. പിന്നെ
ഏത് സ്ഥലത്ത് ജോലി ചെയ്യുന്ന ഒരു പ്രസ്ഥാനം തുടങ്ങുന്ന അവിടുത്തെ പൾസ് നമ്മൾ മനസ്സിലാക്കണം. അതല്ലാതെ നമ്മൾ എന്ത് തുടങ്ങിയിട്ട് കാര്യം. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി 4 സീകൾക്ക് പ്രസിദ്ധമാണ്. ക്രിക്കറ്റ്, കേക്ക്, സർക്കസ്, കമ്മ്യൂണിസം. ഇങ്ങനെ 4 സീകൾക്ക് പ്രസിദ്ധമായ തലശ്ശേരിയിൽ നിന്ന് 4 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കോട്ടയത്തെത്തി, അക്ഷരനഗരിയായ കോട്ടയത്തെത്തി ഇവിടെ ഇന്ന് നല്ല രീതിയിൽ വളർന്നു വന്നിരിക്കുന്ന ഒരു പ്രസ്ഥാനം ബെസ്റ്റ് ബേക്കേഴ്സ്. ആ ബെസ്റ്റ് ബേക്കേഴ്സിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ബെസ്റ്റ് ബേക്കേഴ്സിൻ്റെ സാരഥികളായ 2 പേരാണ് നമ്മളോട് ഇതുവരെ സംസാരിച്ചത്. ഇവർക്കൊരു സഹോദരൻ കൂടിയുണ്ട്. അദ്ദേഹത്തിനാണ് പത്തനംതിട്ടയിലെ ഷോപ്പിൻ്റെ ചുമതലയുള്ളത് എന്ന് പറഞ്ഞു. എന്തായാലും ബെസ്റ്റ് ബേക്കറിക്കും അവരുടെ റെസ്റ്റോറൻറ്റിനും, ബെസ്റ്റ് ബേക്കറി റെസ്റ്റോറൻറ്റ് ചെയിനിന്, ശൃംഖലയ്ക്ക്, ഇവരുടെ ജീവനക്കാർക്ക്, ഇവരുടെ വരുംകാല സംരംഭങ്ങൾക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.